റമദാൻ കാലത്ത് നമുക്ക് എല്ലാവർക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ് ദാഹം എന്നുള്ളത്. ദാഹവും വിശപ്പും നോമ്പിൻ്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണല്ലോ. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടിയുണ്ട്. നമ്മളുടെ ആരോഗ്യത്തെ കൂടി നാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് നോമ്പിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ശരീരത്തിൽ വേണ്ടത്ര ജലാംശം ഉണ്ടാവുക എന്നുള്ളത് പല അസുഖങ്ങളും തടയാൻ നമ്മളെ സഹായിക്കുന്നു നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. ചെറിയ തലവേദന മുതൽ കിഡ്നിയുടെ മാരക അസുഖങ്ങൾ വരെ നമുക്ക് തടയാൻ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ റമദാൻ കാലത്തും നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ പറയാനുള്ളത്, നോമ്പിന് അത്താഴത്തിന് നമ്മൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും വെള്ളം ധാരാളം കുടിക്കണം. ആവശ്യമില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. കിഡ്നിക്ക് ഡാമേജ് ഉള്ള ആൾക്ക് എന്തായാലും നോമ്പ് പ്രയാസകരമായിരിക്കും. അവർക്ക് നോമ്പ് നോൽക്കാതിരിക്കാനായിരിക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. അത്തരം ആൾക്ക് ഈ നിർദ്ദേശം ബാധകമല്ല. അല്ലാത്തവരെല്ലാവരും അതുപോലെ ഹാർട്ടിന് അസുഖങ്ങൾക്കും ഒരു ലിമിറ്റ് ചില ഡോക്ടർമാർ വെച്ചിട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് ഇത് ബാധകമല്ല. അല്ലാത്തവർ കഴിയുന്നതും വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം കുടിക്കാൻ പറയുമ്പോൾ നമ്മൾ ചായ, കാപ്പി പരമാവധി ആ സമയത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. അത്താഴത്തിന് മിനിമം ഒരു 4 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുന്നത് നമുക്ക് ശീലമാക്കണം. പിന്നെ അത്താഴത്തിന് പ്രമേഹമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കുന്നത് ഒരു ശീലമാക്കാം. ആ സമയത്ത് കഞ്ഞി കുടിച്ചാൽ നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. കൂടുതൽ വിഭവങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതില്ല. കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടായാൽ മതി. കറി ഉണ്ടാക്കേണ്ട സമയം ലാഭം. കഞ്ഞി ഉണ്ടാക്കാനും എളുപ്പം, കുടിക്കാനും എളുപ്പം, ദഹിക്കാനും എളുപ്പം. ആ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജലാംശം ശരീരത്തിൽ കിട്ടുകയും ചെയ്യും. ആവശ്യമുള്ള പോഷണങ്ങൾ കിട്ടും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴും വെള്ളം ധാരാളം കുടിക്കാം. ഒന്നിച്ച് കുറേ കുടിക്കാതെ അപ്പോൾ 1-2 ഗ്ലാസ് കുടിക്കാം. പിന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ബാക്കി കുടിക്കാം. അപ്പോഴും നമ്മൾ ചായ, ജ്യൂസ്, കാപ്പി പരമാവധി ഒഴിവാക്കാം. ജ്യൂസും നമ്മൾ പരമാവധി ഒഴിവാക്കണം. ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ 2 പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, നമ്മൾ അതിൽ അടിച്ചതിന് ശേഷം അത് അരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫൈബർ കണ്ടൻറ്റ്, നാര് നമുക്ക് നഷ്ടപ്പെടുന്നു. അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നു. രണ്ടാമത്തെ, നമ്മുടെ ജ്യൂസ് അടിച്ച് സ്വാഭാവികമായിട്ടും മിക്ക ഫ്രൂട്ട്സിന് ചെറിയൊരു പുളി രസം ഉണ്ടാവും. അത് ഒന്നിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അത്ര അനുഭവപ്പെടുകയില്ല. എന്നാൽ ജ്യൂസ് ആക്കുമ്പോൾ പുളി നന്നായിട്ട് എടുത്ത് കാണിക്കും. അത് ഒഴിവാക്കാൻ നമ്മൾ ധാരാളം പഞ്ചസാര ചേർക്കുന്നു. അത് ശരീരത്തിന് കൂടുതൽ ഹാനികരമാകുന്നു. അതുകൊണ്ട് തന്നെ പഴങ്ങൾ കഴിയുന്നതും അതേപടി ഫ്രൂട്ട്സ് അതേപടി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജ്യൂസ് അടിക്കാതിരിക്കുക. ഇനി ജ്യൂസ് അടിക്കാൻ നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് വന്നിട്ട് ഈ റമദാൻ കഴിയുമ്പോഴേക്ക് 0 ഷുഗർ ആക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരാം. പതിയെ കൊണ്ടുവരുമ്പോൾ നമുക്കത് അഡാപ്റ്റ് ആവും. ശരീരം നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കോള പാനീയങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ഈ റമദാൻ നമ്മളത് ശീലിച്ച് കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ നമുക്കത് ശീലമാക്കാൻ കഴിയും. പിന്നീട് അത്താഴം കഴിഞ്ഞ് ഇശാ നമസ്കാരം കഴിഞ്ഞ് തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പ് ധാരാളം വെള്ളം കുടിക്കുക. ഈ രീതിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും അതുമൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനും കഴിയും. പിന്നെ റമദാൻ കാലത്ത് കൂടുതൽ തടി അധ്വാനിക്കുന്ന വേർക്കുന്ന ജോലികൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. വെയിലത്തുള്ള ജോലികൾ പരമാവധി ഒഴിവാക്കുക. ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജലാംശം നന്നായിട്ട് പിടിച്ചു നിർത്താൻ കഴിയും. അതുവഴി നമുക്ക് നല്ലൊരു ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.